നമസ്കാരം. പ്രമുഖ മലയാളി നടൻ ധ്യാൻ ശ്രീനിവാസൻ നടത്തിയ തമാശ രൂപേണയുള്ള പരാമർശം തമിഴ്നാട്ടിൽ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെയും നടി തൃഷയെയും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ തമിഴ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നത്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ നടി തൃഷ പങ്കെടുത്തതിനെ മുൻനിർത്തിയായിരുന്നു ധ്യാൻ സംസാരിച്ചത്. താൻ ഭാവിയിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ നടി നവ്യ നായർ സാരി ഉടുത്ത് മുന്നിൽ ഉണ്ടാകണം എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറഞ്ഞത്. കേരളത്തിൽ നേരത്തെ തന്നെ വലിയ രീതിയിൽ പ്രചരിച്ച ഈ തമാശ തമിഴ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പേജുകളിലും എത്തിയതോടെയാണ് തമിഴ് ആരാധകർ ഇതിനെതിരെ രംഗത്ത് വന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ പതിവ് ഹാസ്യ ശൈലിയെക്കുറിച്ച് ധാരണയില്ലാത്ത തമിഴ് സിനിമാ പ്രേമികൾ ഈ പരാമർശത്തെ ഗൗരവമായി കാണുകയും നടനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ ധ്യാനിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിവ് ദൃശ്യമാണ്. തമിഴ്നാടിനെയും തങ്ങളുടെ പ്രിയ താരങ്ങളെയും അപമാനിക്കുന്നതാണ് മലയാളി നടന്റെ പ്രസ്താവനയെന്ന് വിജയ് ആരാധകർ ആരോപിക്കുന്നു. മലയാളി താരങ്ങളെ തമിഴ് ജനത പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തണമെന്നതുൾപ്പെടെയുള്ള കടുത്ത കമന്റുകളും തമിഴ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉയരുന്നുണ്ട്. അതേസമയം ധ്യാൻ ശ്രീനിവാസന്റെ പതിവ് അഭിമുഖ ശൈലി അറിയാവുന്ന മലയാളി പ്രേക്ഷകർ രസകരമായ ട്രോളുകളുമായാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് ഇനി പോകാൻ കഴിയില്ലെന്ന് നടൻ അജു വർഗീസ് മുൻപ് തമാശയായി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ സുഹൃത്തിന് ഭ്രാന്താണ്, വിജയ് സാർ ക്ഷമിക്കണം എന്ന രീതിയിലുള്ള ട്രോളുകൾ മലയാളികൾ പങ്കുവയ്ക്കുന്നുണ്ട്. തമിഴ് മാധ്യമങ്ങൾക്ക് പുറമെ NDTV അടക്കമുള്ള പ്രമുഖ ദേശീയ മാധ്യമങ്ങളും ഈ വിഷയം വാർത്തയാക്കിയിട്ടുണ്ട്. ഒരു സാധാരണ സിനിമ അഭിമുഖത്തിലെ തമാശയ്ക്കപ്പുറം രണ്ട് സംസ്ഥാനങ്ങളിലെ സിനിമ ആരാധകർ തമ്മിലുള്ള വലിയൊരു സോഷ്യൽ മീഡിയ യുദ്ധമായി ഈ സംഭവം നിലവിൽ മാറിയിരിക്കുകയാണ്. അതേസമയം താരസംഘടന അമ്മയിലെ ചേരിപ്പോര് പരോക്ഷമായി സൂചിപ്പിച്ച് നടൻ റോണി ഡേവിഡ് രാജിനെതിരെയും ട്രോളുമായി ധ്യാൻ ശ്രീനിവാസൻ അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു. വിസിറ്റർ എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങിന് S എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചെത്തിയ റോണിയെയാണ് ധ്യാൻ ശ്രീനിവാസൻ പരിഹസിച്ചത്. റോണിയുടെ ടീഷർട്ടിലെ S സൂപ്പർമാന്റേത് അല്ലെന്നും ശ്വേതാ മേനോനെ സൂചിപ്പിക്കുന്നതാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. റോണി ചേട്ടൻ S എന്നെഴുതിയ ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, ശ്വേത ചേച്ചിയാണ്. ശ്വേതയുടെ S എന്നായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ. നടന്റെ ഈ വാക്കുകൾ സദസ്സിൽ ചിരി പടർത്തി. പിന്നാലെ പ്രസംഗിച്ച റോണി ധ്യാനിന് മറുപടിയുമായെത്തി. സൂപ്പർമാൻ എന്ന വാക്കിന് പകരം ശ്വേതാ മേനോൻ എന്ന് വിപുലീകരിച്ച ലോകത്തെ ആദ്യത്തെ വ്യക്തി ധ്യാൻ ശ്രീനിവാസൻ ആയിരിക്കുമെന്ന് റോണി പറഞ്ഞു.